أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين صدق الله العلي العظيم. السلام عليكم ورحمة الله. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ കേരള നടത്തുന്ന ഈ വർഷത്തെ SSD പ്രോഗ്രാം അതോടൊപ്പമുള്ള അലിഗഡ് അലുമിനിയുടെ ഗ്യാതറിങ്ങിലുമാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അലിഗഡിൻ്റെ ഓരോ ഓർമ്മയും മനസ്സിന് ആനന്ദം നൽകുന്നത്. അത് നമ്മളുടെ ട്രെയിൻ യാത്രയിൽ തുടങ്ങി ചുങ്കിയിലെ താമസം, വിവിധ ഹാളുകളിലുള്ള നമ്മളുടെ ഇൻവോൾവ്മെന്റ്, അവിടുത്തെ കോഴ്സുകൾ, അതുപോലെയുള്ള അവിടുത്തെ ക്യാബിനറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളിൽ നമ്മൾ കൈവച്ചിട്ടുണ്ടോ, മലയാളികൾ കൈവച്ചിട്ടുണ്ടോ, അതിലൊക്കെ സ്തുത്യർഹമായ സ്ഥാനങ്ങൾ കൈവരിച്ച ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളത് ഈ സദസ്സിനെ അങ്ങേയറ്റം ധന്യമാക്കുന്നു. ഈ പ്രോഗ്രാം നമ്മൾ വ്യത്യസ്ത രൂപങ്ങളിൽ ഉള്ള ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ 1945 മുതൽ 2025 വരെയുള്ള ബാച്ചുകളെ പ്രതിനിധീകരിക്കുന്ന അലിഗേറിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും 1945 നമ്മളോടൊപ്പം ഉള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം. അലിഗഡ് യൂണിവേഴ്സിറ്റി നമുക്ക് നൽകിയ വിദ്യാഭ്യാസമായ ഉന്നതി, സമൂഹത്തിൽ അത് നമുക്ക് നൽകിയ സ്ഥാനവും, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് കേരളത്തില് അല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ സ്തുത്യർഹമായ സേവനങ്ങൾ വഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. അതിൽ അനുഭവങ്ങൾ പങ്കുവെച്ച ആളുകൾ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വൈകിയ സമയത്ത് എന്നിൽ അത്ഭുതമായ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു മഹത്തായ അലുമിനി ഗ്യാതറിങ്ങിലും SSD പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണീയനായ വി അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹം കേരള വഖഫ്, ഹജ്ജ്, അതുപോലെ സ്പോർട്സ് മേഖലയിലുള്ള മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ സദസ്സിൽ അലിഗഡ് സഫീർ അഹമ്മദ് ഖാനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് നിലവിലെ AMU മലപ്പുറം സെന്ററിന്റെ ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ ഷാഹുൽ ഹമീദ് സാറാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മളോട് ഈ കുറഞ്ഞ കാലയളവ്, കഴിഞ്ഞ ഒരു സദസ്സിന്റെ മുതൽ ഈ ഒരു വർഷത്തേക്ക്, കറക്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയത് ഒക്ടോബർ 20-നാണ്, ഈ വർഷം നടത്തിയത് ഒക്ടോബർ, ആകസ്മികമായിട്ട് സംഭവിച്ചത് മാത്രം. ഈ ഏഴ് കാലയളവിൽ നമ്മളോട് വിട പറഞ്ഞ അലിഗേറിയൻസ്, അവരെ കുറിച്ച് അനുസ്മരണ സംസാരങ്ങൾ നടത്താതെ നമ്മൾക്ക് വിട്ടുപിരിഞ്ഞു പോവുക എന്നുള്ളത്
ഗുണപ്രദമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സംസാരം നടത്തുന്നത് നമ്മളുടെ മുൻ സെക്രട്ടറി ഡോക്ടർ PM അബ്ദുൾ റഫീഖ് സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഫെലിസിറ്റേഷൻ സംസാരങ്ങൾ നടത്തുന്നത് പ്രൊഫസർ KK ഹാബിബ് ഹുസൈൻ തങ്ങൾ MLA, PK അബ്ദുറൌഫ് സാഹിബ് ഫോമർ മിനിസ്റ്റർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കേരള, അതുപോലെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചെയർമാൻ മംഗള കലാ അക്കാദമി, ഡോക്ടർ PM കബീർ ഡയറക്ടർ അൽമാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ജവഹർ സർ പ്രിൻസിപ്പൽ പീസ് പബ്ലിക് സ്കൂൾ, ഡോക്ടർ വസീം S ക്യാബിനറ്റ് മെമ്പർ AMU, എല്ലാവരെയും മുഴുവൻ വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമാകുന്ന നമ്മളുടെ തരാന ടീമുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ അമ്മൂമ്മയുടെ നിലവിലുള്ള പ്രസിഡന്റ് കൂടി ഉണ്ട് എന്നുള്ള സന്തോഷം കൂടി നമ്മൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഏറ്റവും റീസെന്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ കൂടി നമ്മളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ പരിപാടി അധ്യക്ഷപദം അലങ്കരിക്കുക നമ്മളുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഗുരുനാഥന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ്. എറണാകുളത്ത് നിന്ന് രാവിലെ 5:30 മണിക്ക് യാത്ര പുറപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്ര ചെയ്തവരുണ്ട്, കാസർഗോഡ് നിന്ന് യാത്ര ചെയ്തെത്തിയവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് എത്തിയവരുണ്ട്, മിനിയാന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എത്തി ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അലിഗഡ് ഈ ഒരു യൂണിറ്റിയെ നമ്മളുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാവരെയും ഈ സദസ്സിന്റെ ഭാഗമാക്കാൻ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനനായ നമ്മുടെ ചീഫ് ഗസ്റ്റ് മന്ത്രി വി അബ്ദുറഹ്മാൻ, AMU മലപ്പുറം സെൻറ്റർ ഡയറക്ടർ പ്രൊഫസർ ഷോഹിലമി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, PK അബ്ദുൾ റഹ്മാൻ സാഹിബ് മുൻ വിദ്യാഭ്യാസ മന്ത്രി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എൻ്റെ സഹപ്രവർത്തകനും മാപ്പിള കലാ അക്കാദമി ചെയർമാൻ, ജൗഹർ പ്രിൻസിപ്പൽ പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, എൻ്റെ സഹപ്രവർത്തകരായ പ്രൊഫസർ അഷ്റഫ്, ജലീൽ കോടൂർ, ഇസ്സുദ്ദീൻ, മുഹമ്മദ് ഷാഫി, അയ്യൂബ് സാർ, ഇവിടെ അലിഗേറിയൻസായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈ അസോസിയേഷൻ്റെ മെമ്പർമാരെ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, AMU സ്ഥാപകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ 208ാമത്തെ ജന്മദിനമാണ് നാം ഇവിടെ ഇന്ന് സർ സയ്യിദ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒക്ടോബർ 17-ന് അദ്ദേഹത്തെ ആദരിക്കാനായി എല്ലാ വർഷവും സർ സയ്യിദ് ഡേ ആചരിക്കാറുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓൾ സ്റ്റുഡൻറ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നാം ഇന്ന് സർ സയ്യിദ് ഡേ കൊണ്ടാടുമ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്ത കാര്യങ്ങളാണ് നാം ഓർക്കേണ്ടത്. വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം മതം,
ധാർമ്മികത, ദേശസ്നേഹം, ദേശീയത, മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം വളരെ ധീരമായി നിലകൊണ്ടിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. ആ ഒരു പ്രയത്നം നാം കാണാതെ പോയിക്കൂടാ. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ വ്യാധികൾക്കും പരിഹാരം വിദ്യാഭ്യാസമാണ്, ആധുനിക വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 1817 അലിഗഡ് ഒരു കോളേജ് തുടങ്ങുമ്പോൾ അത് സാധാരണ കോളേജായിട്ടല്ല ആരംഭിച്ചത്. ഓക്സ്ഫോർഡ് പോലെയുള്ള, കേംബ്രിഡ്ജ് പോലെയുള്ള സർവകലാശാലകളൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് 1920 ആ കോളേജ് ഒരു സർവകലാശാലയായി മാറിയത്. ആ സർവകലാശാലയിൽ പോയി പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കൊക്കെ ലഭിച്ചത് ഭയങ്കര എന്താ പറയുക, വളരെയധികം ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അലിഗഡ് പഠിച്ച നാം അദ്ദേഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതികളിലൊക്കെ ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് ഈ ഒരു സമയം നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ളത്. നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് പഴയ കാലമല്ല. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ. സാധാരണക്കാരല്ല. 60കളിലും 70കളിലും 80കളിലും 90കളിലൊക്കെ അലിഗഡ് പഠിക്കുകയും ഇന്ന് ഏറ്റവും അപെക്സിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏറ്റവും അപെക്സിൽ, ഏറ്റവും അലങ്കരിക്കുന്ന സ്ഥാനങ്ങളുള്ള വ്യക്തികളായ നമ്മളൊക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസവുമായി വളരെയധികം, വിദ്യാഭ്യാസമായ എല്ലാ മേഖലകളുമായിട്ട് എഴുകിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കാനുള്ളത്. അതേപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അച്ചടക്കം എന്ന് പറയുന്നത്. അത് സ്കൂളുകളായാലും കോളേജുകളായാലും സർവകലാശാലകളായാലും ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അച്ചടക്കരാഹിത്യമാണ്. സർവകലാശാല, കോഴിക്കോട് സർവകലാശാല ക്യാമ്പസ് പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. നമ്മളൊക്കെ വളരെ നിസ്സംഗതയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. എല്ലാ ക്യാമ്പസുകളിലും വളരെയധികം വയലൻസും അതേപോലെ തന്നെ അധാർമികതയും സാമൂഹ്യ തിന്മകളും അക്രമങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ നാട്, ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ത്യയിലുള്ള ബഹുസ്വരതയെ ബാധിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരാണ് എങ്കിൽ അത്തരം ബഹുസ്വരത അത് ഒരു ഘട്ടത്തിലും താഴോട്ട് പോവാതിരിക്കാനുള്ള ശ്രമം നമ്മളെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഏറ്റവും എഫേർട്ട് ഉണ്ടാവണം. നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, എല്ലാ തലമുറകളിലുള്ള ആളുകളുണ്ട് ഇവിടെ. ഏറ്റവും സീനിയേഴ്സുള്ള അഹമ്മദ് സാഹിബ് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അലിഗഡിൽ നിന്ന് വന്ന കുട്ടികളടക്കമുള്ള ഒരു സദസ്സാണ്, ഹെറ്ററോജീനസ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്കിന്ന് ഈ കൂടിച്ചേരൽ എന്ന് പറയുന്നത് നമ്മുടെ അൽമാ മാറ്റർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഗൃഹാതുരമായ നിസ്റ്റാൾജിക്കായ ഓർമ്മകൾ അയവിറക്കാനും സന്തോഷം പങ്കിടാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മളിത് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വരുന്നത് വരെ നമ്മൾ ഇൻട്രാക്ഷനൊക്കെ നടത്തി എല്ലാവരും അവനവനെ പരിചയപ്പെടുത്തി അങ്ങനെ ഇൻട്രാക്ഷനൊക്കെ എഴുതി നമ്മൾ ഒഫീഷ്യലായ പരിപാടിയിലേക്ക് കയറുകയാണ്. ഈ സർ സയ്യിദിന്റെ വളരെ നമ്മുടെ മനസ്സിലൊക്കെ എന്നും പച്ചപിടിച്ച് ഇരിക്കുന്ന ഒരു ഓർക്കാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ദിനമാണ്. ഞാൻ മലപ്പുറം സെൻറ്ററിലെ പുതിയ ഡയറക്ടറായ പ്രൊഫസർ
ഷാഹുൽ അമീൻ സാറിൻ്റെ നേതൃത്വത്തിൽ അലിഗഡിൻ്റെ ഓർമ്മ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സർ സെയ്ദ് ഡേ ഒക്ടോബർ 17 മലപ്പുറം സെൻറ്ററിൽ I attended that meeting, sir. The Sir Seyyid Day that you have arranged there is very exemplary. And it was an evening function. I thought I was in Aligarh. I was in Aligarh. Actually, the Urdu talks of the students, girls, bada khana with roti, kurma, biryani, seeds, everything is like Aligarh. Even though the raining that caused some confusion, the function was adi-poli. Okay. Thank you, sir, for the great Aligarh experience once more to me. Now, ഈ പ്രൗഢമായ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ അലിഗേറിയൻസും എൻ്റെ സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച് വൺസ് മോർ. പ്രിയ വിശിഷ്ട അതിഥികളിൽ ബഹുമാനപ്പെട്ട മന്ത്രി ബി അബ്ദുറഹ്മാൻ സാഹിബ്, ANU സെൻറ്റർ ഡയറക്ടർ പ്രൊഫസർ ഷാഹുൽ ഹമീദ്, വേദിയിൽ ഉപവിഷ്ടരായ അതിവിശിഷ്ടരായ അലിഗഡ് പൂർവ്വ വിദ്യാർത്ഥി നേതാക്കളെ, എന്നിൽ ഈ അവസരത്തിൽ അർപ്പിതമായ കർത്തവ്യം വിശിഷ്ടരായ ഈ അതിഥികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പക്ഷേ എല്ലാവർക്കും സുവിദിതമാണ്, നന്നായി അറിയുന്നവരാണ്. എങ്കിലും ഈ ചടങ്ങിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ലഭിച്ചിരിക്കുന്നത് ബഹുമാന്യനായ ഈ നാട്ടുകാരൻ കൂടിയായ ജനാബ് വി അബ്ദുറഹ്മാൻ സാഹിബ് അവർകളാണ്. അദ്ദേഹം നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പോർട്ട്ഫോളിയോക്കുണ്ടായ അഭ്യുന്നതി അസൂയാവഹമായ നേട്ടങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അലീഗഡുമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. ഒരുപക്ഷെ നമ്മളൊക്കെ അലീഗഡിലേക്ക് പോയത് 17 വയസ്സിലോ 20 വയസ്സിലോ ഒക്കെ ആണെങ്കിൽ ഇദ്ദേഹം അലിഗഡ് സന്ദർശിച്ചത് 12ാമത്തെ വയസ്സിലാണ് എന്നുള്ളതാണ് എത്രയും ഹൃദ്യമായ ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടർ കുഞ്ഞാമുൽ സാഹിബ്, യശസ്വരീയനായ കുഞ്ഞാമുൽ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ BSc ഓണേഴ്സ് നമ്മുടെ അലിഗഡ് സർവകലാശാലയിൽ നിന്നുമാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെയോടൊപ്പം ആ ക്യാമ്പസ്, ആ വിശിഷ്ടമായ വിഖ്യാതമായ അനുഗ്രഹീതമായ അലിഗഡ് ക്യാമ്പസ് 12ാമത്തെ വയസ്സിൽ സന്ദർശിക്കാൻ അനുഗ്രഹം ലഭിച്ച ഒരു മാന്യ വിശിഷ്ട വ്യക്തി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഈ അവസരത്തിൽ തെര്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്തായാലും അദ്ദേഹത്തെ ഇന്ന് നമ്മൾക്ക് ഈ പരിപാടിയുടെ ചടങ്ങിൻ്റെ അലിഗഡ് എന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ഒരു സംഭാവനയാണ്. സർ സയ്യിദ് ആ കൊളുത്തിയ ആ ജ്വാല, ആ ദിയ, അത് ഇന്നും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ. അലിഗഡിനെ സ്മരിക്കുമ്പോൾ സർ സയ്യിദിനെ വിസ്മരിക്കാൻ നമുക്കാവുകയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും ലോകം എവിടെയെല്ലാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ടോ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ഒക്ടോബർ 17-ാം തീയതി, നമ്മളത് 20-ാം തീയതി തിരഞ്ഞെടുത്ത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യം പരിഗണിച്ചാണ് ഈ 17-ാം തീയതി എല്ലാ ഭാഗങ്ങളിലും അലിഗഡിലെ ആ സ്ഥാപകനെ, ആ വിദ്യാഭ്യാസ പരിഷ്കർത്താവിനെ, ആ നവോത്ഥാന നായകനെ അനുസ്മരിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ മനസ്സ്, our heart is throbbing for Sir Sayyid and his blessed campus. ഈ ചടങ്ങിൽ ഈ വർഷത്തെ സർ സയ്യിദ്
2025 പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ മന്ത്രിയെ ലഭിച്ചിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതേപോലെ തന്നെ അതിവിശിഷ്ടനായ നമ്മുടെ ഇന്നത്തെ സർ സെയ്ദ് മെമ്മോറിയൽ ലെക്ചർ നടത്തുന്നത് ബഹുമാന്യനായ പ്രൊഫസർ ഷാഹുൽ ഹമീദ് സാഹിബാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഈ അലിഗഡ് ANU സെന്ററിലേക്ക് ഡയറക്ടറായിട്ട് വന്നത്. അദ്ദേഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ സംഘടന. അദ്ദേഹത്തോടുള്ള ഈ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഹീസ് ആക്ച്വലി പ്രൊഫസർ ഷാഹുൽ ഹമീദ് is currently the professor of Aligarh Muslim University Hindi department. As deputy as his new assignment, he came over to take the charge of Aligarh Muslim University Malappuram Center, and he is heading on with his mission of reforming that center. I think we can expect some contributions in the form of development to that center from his or our ages, and here we are blessed. We are very happy to have Professor Shahul Hamid sir to commemorate, to deliver a commemorational address remembering the contributions of our great grandfather Sir Syed Ahmad Khan. And ഈ ബാക്കിയുള്ള നമ്മുടെ വിശിഷ്ടാതികളെ നിങ്ങൾക്കേവർക്കും എന്നെക്കാൾ ഒരു പക്ഷേ പരിചയമുള്ളവരാണ്. നമ്മുടെ ബഹുമാന്യനായ MLA KK പ്രൊഫസർ KK അബ്ദുൽ ആബിദ് ഹുസൈൻ തങ്കണീസിയർ, അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ കേരളത്തിന്റെ മന്ത്രിയുമായിരുന്ന ബഹുമാന്യനായ PK അബ്ദുറബ് സാഹിബ്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും ഒരു വിശിഷ്ട സാന്നിധ്യമായി നമ്മോടൊപ്പം ഈ പരിപാടികൾ അതിന്റെ നേതൃപരമായ പങ്കുവഹിച്ചു വരുന്ന അബ്ദുറബ് സാഹിബുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള മുൻ പ്രിൻസിപ്പലും ഇപ്പോൾ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ രണ്ടത്തനീസിയർ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന ഡോക്ടർ PI കബീർ സാഹിബ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് തിങ്കളാഴ്ച, ആസ് ഹി ഈസ് എ മെഡിക്കൽ ഡോക്ടർ, he is so busy with his engagements there at the hospital. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ജൗഹർ സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തോടും ഈ ചടങ്ങിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് അംഗങ്ങൾ ഇവിടെയുണ്ട്. ഏതായിരുന്നാലും ഈ അതിഥികളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പരിചയപ്പെടുത്തി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളുമായി പങ്കുവെക്കുവാൻ ബഹുമാന്യനായ വിശിഷ്ടാതിഥി ബഹുമന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എൻ്റെ സഹോദര തുല്യരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിനം ഇന്ത്യയിലെ മുസ്ലിം വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും വിദ്യാഭ്യാസ പരിഷ്കർത്താവായ ഈ ഒരു മതവിഭാഗത്തിന് താങ്ങുമായി നിന്ന സയ്യിദിന്റെ അനുസ്മരണ ദിനത്തിൽ നമ്മോടൊപ്പമുള്ള ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള മലബാർ ക്യാമ്പസിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഷാഹുൽ ഹമീദ്, ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി അലിഗഡ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട PK അബ്ദുറബ് തുടങ്ങി ശ്രീ ഹുസൈൻ രണ്ടത്താണി, ശ്രീ ഡോക്ടർ PA കബീർ, ശ്രീ ജൗഹർ, ശ്രീ അഫ്സൽ, സയ്യിദ് ബഷീർ അലി ഷിയാത്തങ്ങൾ, ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൽ ഉള്ള മുഹമ്മദ് ഷാഫി, ബഹുമാനപ്പെട്ട ജലീൽ കുണ്ടോ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ഹമീദ്, ബഹുമാനപ്പെട്ട പ്രൊഫസർ അഷ്റഫ് തുടങ്ങി
പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കൾ, അലീഗർ സർവകലാശാല എന്ന വാക്കിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുക ഒരു കാലഘട്ടത്തിൽ അവഗണനയുടെയും അതോടൊപ്പം തന്നെ അച്ഛതയുടെയും ഉരുണ്ട തിരശ്ശേരികൾ മൂടപ്പെട്ടുപോയ ഒരു സമുദായത്തിൻ്റെ മനസ്സിൽ ബോധോദയത്തിൻ്റെ ആത്മപരിവർത്തനം, അതിൻ്റെ ആദ്യ കിരണം വിരിച്ച ആ മഹാമനുഷ്യന്റെ ഓർമ്മകളാണ് ഉണ്ടാവുക. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അനശ്വരമാക്കുന്ന ഈ ദിനത്തിൽ പങ്കുചേരാൻ കഴിയുന്നതിലുള്ള കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ഒരു അലീഗറുമായി ബന്ധപ്പെട്ട തരത്തിലൊരു ചടങ്ങ് നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അലീഗറുമായി ബന്ധപ്പെട്ട സ്വന്തം സഹോദരൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകളും ഒക്കെ തന്നെയാണ്. ധാരാളം കഥകൾ അദ്ദേഹം അലീഗറിനെ കുറിച്ച് കുടുംബത്തിലൊക്കെ തന്നെ സംസാരിക്കാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ ഒത്തുചേർന്ന ഒരിടമായിട്ട് ആയിരുന്നു അലീഗഡിനെ അദ്ദേഹത്തിൻ്റെ ഒക്കെ വിവരണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ബഹുമാനവും പരസ്പര സ്നേഹവും ബഹുമാനവും എങ്ങനെയാണ് കൈമാറുക, ആദരവുകൾ, ഇതൊക്കെ തന്നെ ഏറ്റവും അധികം പഠിക്കാൻ നിങ്ങൾക്കൊക്കെ അവസരം കിട്ടി ചിലപ്പോൾ ആ ഒരു അലീഗഡിൻ്റെ ക്യാമ്പസിലാവും. കാരണം ഉറുദു ഭാഷ തന്നെ ആലങ്കാരികമായി മാത്രമല്ല പ്രായോഗികമായി തന്നെ പ്രയോഗിക്കപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന എത്ര സ്നേഹം, എന്ത് ശത്രുത ഉണ്ടായാലും തങ്ങളുടെ ഭാഷയിൽ അത് കാണിക്കാതെ ഇതെല്ലാം മറക്കുന്ന ഭാഷ, അതാണ് ഉറുദുവിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഒരു ക്യാമ്പസ് കൂടിയാണ് അലീഗഡ് എന്നുള്ളത്. ഇതൊരു അനുസ്മരണം എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു അനുസ്മരണം മാത്രമായി നമ്മളിതിനെ കാണാൻ പാടില്ല. വിദ്യയുടെയും യുക്തിപരമായി ചിന്തയിലൂടെ സമൂഹത്തെ ഉണർത്തിയിട്ടുള്ള മഹത്തായ ദൗത്യത്തിന് തുടക്കം കുറിച്ചുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അതാണ് അതിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിന് കൂടി കൊടുക്കുന്ന ഒരു ആദരവായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ചരിത്രത്തിൻ്റെ ഉൾപ്പിരിവിൽ ബോധവുമുള്ള നിർമ്മിതികൾക്കിടയിൽ അർഹിക്കുന്ന ഔന്നത്യം ലഭിക്കാതെ പോകുന്ന, അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ലോകമെമ്പാടും സയ്യിദിന്റെ വാട്ടുപാട്ടുകൾ ഈ അവസരങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുമ്പോൾ അവിടെ മാർക്കണ്ഡേയ രാജുവിനെ പോലുള്ള ഇന്ത്യയിൽ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന മാർക്കണ്ഡ ഗജുവിനെ പോലുള്ള അവരിപ്പോഴും വളരെ രൂക്ഷമായി സർ സയ്യിദിനെ വിമർശിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പഠിച്ചവർക്ക്, പ്രായോഗിക ജീവിതം എന്താണ് അദ്ദേഹത്തിൻ്റെ പഠിച്ചവർക്ക് ദുഃഖം പകരുന്ന ഒന്നാണ്. ഇന്നും മുസ്ലിം സമുദായത്തെ ആ രീതിയിൽ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ഭരണകൂടങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്നത്. മുമ്പും അതുണ്ടായിരുന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കൃത്യമായ ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. ആ ചരിത്രത്തിലേക്ക്, അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുക ശിപായി ലഹളയുടെ കാലഘട്ടത്തിൽ 1857 ശിപായി ലഹള, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബ്രിട്ടീഷുകാർക്കായി നടന്നിട്ടുള്ള ആ വിഷയക്കെതിരായിട്ടുള്ള ആ സമരത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും അന്ന് ബ്രിട്ടീഷുകാർ തലയിൽ വെച്ചു കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മേലാണ്. അവിടെ അതിനുശേഷമുണ്ടായിട്ടുള്ള അതിലുള്ള
പങ്കുവഹിച്ചു എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെട്ടതും ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായത്തെ ആയിരുന്നു എന്നത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിക്രൂരമായ ശിക്ഷിക്കുക എന്നുള്ള നയം ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദു സമുദായവുമായി ഭിന്നിപ്പിച്ച് ഭരിക്കലിന്റെ പ്രായോഗികത ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ പഠിച്ചെടുത്തത്. അതിൽ ഇതേ ശിപായി ലഹളയിലും ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുമൊക്കത്തിന്റെ പങ്കാളികളായിട്ടുള്ള മറ്റു സമുദായങ്ങൾക്ക് എതിരായുള്ള ഒരു നടപടിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ആ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുക. ഭിന്നിച്ചു ഭരിക്കുക. ഒരു കാലത്ത് ഇന്ത്യ രാജ്യം തന്നെ വാണിരുന്ന ഒരു സമുദായത്തെ ഭിന്നിപ്പിച്ച് രണ്ടാക്കി ഭരിക്കുമ്പോൾ അവർ എളുപ്പത്തിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും അത് പ്രായോഗികമാക്കാൻ അവർ കഴിഞ്ഞിട്ടു. ഈ ഒരു നയത്തിൻ്റെ ഫലമായി ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം അവരുടെ പഴയ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രതാപം അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായി ഇതിൻ്റെ ബാക്കി ഭാഗമായി 857 ശേഷം ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടം സംഭവിച്ചത് ആ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ പങ്കുവഹിച്ചതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് അതിൽ നഷ്ടമായത് മുസ്ലിം കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകളെല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അത് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് വന്നു എന്നതാണ്. അങ്ങനെ ഒരു സമുദായത്തെ തകർച്ചയിലേക്ക് തള്ളുകയാണ്. അങ്ങനെയാണ് ഏറ്റവും രാജകൊട്ടാരങ്ങളിലും അന്നത്തെ എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊല്ലം നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി നമ്മുടെ സമുദായത്തിനെ പറ്റിയുള്ള ഒരു പിഴവ് എന്നുള്ളത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അവരുടെ മുസ്ലിം സമുദായത്തിൻ്റെ മതവിശ്വാസത്തിന് ഭീഷണിയായിക്കൊണ്ടു സത്യത്തിൽ ആ ഇംഗ്ലീഷ് ഭാഷയോടുള്ള എതിർപ്പല്ലായിരുന്നു. ഈ 1857 നടന്ന ശിപായി ലഹളയുമായി ബന്ധപ്പെട്ട് ക്രൂരമായി ബ്രിട്ടീഷിന്റെ പട്ടാളവും ഗവൺമെന്റും മുസ്ലിങ്ങൾക്കെതിരായി എടുത്തുള്ള നടപടികളുടെ ഒരു പ്രതിഷേധം എന്നുള്ളതിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിൽ നിന്നും വലിയ തോതിലുള്ള പിന്നോട്ട് പോക്ക് മുസ്ലിം സമുദായത്തിനുണ്ടായി. അതേസമയം മറ്റുള്ള ആളുകൾ, മറ്റു ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ നന്നായി തന്നെ ഇംഗ്ലീഷ് ഭാഷയടക്കമുള്ള പരിജ്ഞാനം നേടുന്നതിന് അവർ ശ്രമിച്ചു. അതിലൂടെ അവർക്ക് കാലഘട്ടത്തിനനുസൃതമായി സർക്കാർ സർവീസുകൾ അടക്കമുള്ളതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിച്ചത് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലും നമുക്കതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു അലർജി സത്യത്തിൽ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെയും ചെറിയ തോതിലെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നോട്ട് തള്ളാൻ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുമ്പോഴാണ് സർ സയ്യിദ് തൻ്റെ സമുദായത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് മതത്തെ രക്ഷിക്കാൻ, സമൂഹത്തെ ഉണർത്താൻ നമ്മുടെ ആയുധമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ മതപരമായ തൊപ്പിയോ അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള വാളോ അല്ല എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അത് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ അന്നത്തെ പൊതുസമൂഹത്തിന് വളരെ പ്രയാസമായിരുന്നു അത് ഉൾക്കൊള്ളാൻ. അത്രയും ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള, അതോടൊപ്പം ബ്രിട്ടീഷുകാർക്ക് ഓരം പറ്റി വളർന്ന മറ്റു സമുദായത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഈർഷ നല്ല രീതിയിൽ ഈ നമ്മുടെ മതവിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സർ സയ്യിദ് കണ്ട ഒരു കാര്യം, ആധുനിക വിദ്യയും
മതവിദ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പ്രായോഗികമല്ല എന്നാണ് അദ്ദേഹം കണ്ടത്. അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഉണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുതന്നെയാണ്. ഇവ രണ്ടും കൈകോർക്കുക എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം പ്രായോഗികമായിട്ട് കണ്ട ഒരു കാര്യം. ഒരു ജനതയുടെ യഥാർത്ഥ നവോത്ഥാനം എന്നുള്ളത് അത് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ, ആ വിദ്യാഭ്യാസം എന്നത് സംസ്കാരത്തിന്റെ ഭാഗമാവുമ്പോൾ മാത്രമേ ആ നവോത്ഥാനം സാധ്യമാവൂ എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിച്ചത്. ഇപ്പോ ഇന്ത്യ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യഹൂദരാകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ അവരെല്ലാം തന്നെ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിനെയും അഥവാ ശാസ്ത്രബോധത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിലേക്ക് അവർ നീങ്ങി. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൽ ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ള നമ്മുടെ രാജ്യം പിന്തള്ളപ്പെട്ടു. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ വേഗത്തിൽ മുന്നോട്ട് പോയത് ഇത് രണ്ടേയും ഒന്നിച്ചു കൊണ്ടുപോകാൻ യൂറോപ്യന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ ചില മതവിദ്യ വിഭാഗങ്ങൾ അതിനെ ഏറ്റെടുത്തു, അവിടെ ഉയർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭിന്നിപ്പിക്കാതെ അത് അതിൻ്റെ ശാസ്ത്രീയതയുടെ വെളിച്ചത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയണം, മുസ്ലിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ള കണ്ടെത്തൽ, ആ തിരിച്ചറിയൽ, വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ മൂല്യം അത് മനുഷ്യന്റെ സ്വഭാവത്തിലും നൈതികതയിലും അതോടൊപ്പം തന്നെ അത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. സർ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസം ഒരു ആത്മീയ പ്രക്രിയ അല്ല, അതോടൊപ്പം തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാക്കി മാറ്റിയെടുക്കാനും അത് കഴിയണം. കാലം മാറുമ്പോൾ നമ്മൾ മാറണമെന്നുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ശക്തമായി എപ്പോഴും അദ്ദേഹം ഉന്നയിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഇതിൻ്റെ ഭാഗമായ അറിവാണ് നമ്മുടെ വിശ്വാസം, അന്ധവിശ്വാസമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും അതിനെ അന്ധമായിട്ടുള്ള മതവിശ്വാസത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ സ്വന്തം സമുദായം ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് പോയപ്പോൾ അവിടെ വേദനിച്ച ധാരാളം ദേശീയ നേതാക്കളുണ്ടായിരുന്നു. അത് പലപ്പോഴും നമ്മൾ പല ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സയ്യിദിനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ അതിലേക്ക് അവരെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ പേരിലുള്ള ഒരു പ്രീതി പലപ്പോഴും അദ്ദേഹത്തെ എതിർക്കാനുള്ള വലിയൊരു ആയുധമായി ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സ്വസമുദായത്തെ അജ്ഞാനത്തിന്റെ ആ ഒരു ഇരുളിലുള്ള അവരെ എങ്ങനെയും കൊണ്ടുവരിക, ആ ഒരു ഉത്തരവാദിത്വം തന്നിലുണ്ട് എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിനുണ്ടായി. ഗാന്ധിജിയെ പോലുള്ള ആളുകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ദേശീയ നേതാക്കളുമായി അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തോന്നലിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ അലിഗഡ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കത് പ്രത്യേകം ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ഹിന്ദുസ്ഥാൻ എന്ന മനോഹരിയായിട്ടുള്ള വധുവിൻ്റെ രണ്ട് കണ്ണുകളാണ്, ഒന്ന് മുസ്ലിമും ഒന്ന് ഹിന്ദു സമുദായം. അതിൽ ഒന്നിനെ വേർപ്പെടുത്തിയാൽ ആ സുന്ദരിയായ വധുവിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. അതുപോലെയായിരിക്കും ഇത്തരത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള പോക്കിലൂടെ നമുക്കുണ്ടാവുക. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണകൂടങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ആ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ അവിടെ അദ്ദേഹം ആ ഒരു ആശയം എന്നത്
ഹിന്ദു മുസ്ലിം ഐക്യത്തിന്, അത് രാജ്യത്തിൻ്റെ ഏകതയിലേക്ക് നമ്മളെ നയിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്ന ഒന്നായി പിന്നീട് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരേ മണ്ണിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾക്കപ്പുറം അന്നം പങ്കുന്നതിൽ നമ്മൾ കുടിക്കുന്ന ഒരേ വെള്ളമാണ്, വിശപ്പിന് വേണ്ടി കഴിക്കുന്ന ഒരേ ഭക്ഷണമാണ്. ഇതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരേ പാവമാണ്, നമ്മൾ ഒരേ രാജ്യത്ത് ജീവിക്കുന്നവർ, നമ്മൾ ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ മാറണം. ഇതെല്ലാം തന്നെ മറ്റു സമുദായങ്ങളോടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. മുസ്ലിം സമുദായത്തോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാരംഭ ശ്രമങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചു പോകുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, ഈ ഒരു സ്വപ്നങ്ങൾ ഇതിൽ ഒതുങ്ങാതെ വീണ്ടും പ്രാവർത്തികമാക്കാൻ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുവിനും മുസ്ലിമിനും വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയല്ല വേണ്ടത്. ഒരേ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ത്യയിൽ വേണ്ടത്. ഒരേ സംസ്കാരമാണ് വേണ്ടത്. വിശ്വാസങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലപ്പുറത്തേക്ക് വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ വിദ്യാഭ്യാസവും എല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കണം എന്നുള്ള വലിയ ദർശനം അദ്ദേഹത്തിനുണ്ടായി. ഇതിൻ്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാക്കൾ അവർക്ക് അദ്ദേഹത്തിന് ഇത്രയും അധികം പിന്തുണ ആ കാലഘട്ടത്തിൽ നൽകാൻ കാരണമാണ്. ഒരു പാഠശാലയുടെ അറിവിലൂടെ അല്ലെങ്കിൽ മനസ്സിലൊരു ദേശത്തിൻ്റെ ആത്മാവ്, ഇപ്പോൾ ഒരു പാഠശാലയിൽ എന്നുള്ളത് ആ ദേശത്തെ നമുക്ക് അറിയാനുള്ളൊരു കേന്ദ്രമായിട്ടാണ് പിന്നീട് മാറുന്നത്. അവിടെ ദേശീയതയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് നമ്മൾ വാദ കേരളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ മാതൃക കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാണ് ആ ഒരു സന്ദേശത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ആത്മാവിനെ അതിനെ ഓർമ്മിപ്പിക്കാൻ, അതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നത് മതവിഭാഗതയെ പിന്തുണച്ചുകൊണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ വലിയ ചിന്തയാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്. പലപ്പോഴും സഹജീവികളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചരിത്രം അദ്ദേഹത്തെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ വേർതിരിവിനല്ല വിദ്യാഭ്യാസം എന്ന് പലപ്പോഴും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്വയം പര്യാപ്തതയ്ക്ക് നേതൃത്വം നൽകാൻ, അതിന് പര്യാപ്തരാക്കാൻ മുസ്ലിം ജനതയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സർ സയ്യിദ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. മതം മനുഷ്യനെ വിഭജിക്കേണ്ടതല്ല, ബന്ധിപ്പിക്കേണ്ടതാണ് എന്ന് പിന്നീട് ചെറിയ രീതിയിലെങ്കിലും ആ ആഹ്വാനങ്ങൾ നമ്മുടെ ജനതയിലേക്ക് വന്നു എന്നുള്ളതാണ് ചരിത്രം കാണിക്കുന്നത്. ആ കാലങ്ങളിൽ ഇത് പറയാനുള്ള ധൈര്യം എന്നുള്ള ചെറുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിക്കൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തെ മുഴുവൻ പിന്തള്ളുകയും അവരുടെ സ്വത്തുവകകളെല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് ഈ ഒരു ആഹ്വാനം. ആ കാലഘട്ടത്തിനോട് ചേർന്ന് നടക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി നടക്കുന്ന സ്വാതന്ത്ര്യ സമരം, ഇതിനിടയിൽ നിന്നുകൊണ്ട് പ്രോ ബ്രിട്ടീഷ് എന്നുള്ള രീതിയിൽ, ബ്രിട്ടീഷ് അനുകൂലി എന്നുള്ള രീതിയിലുള്ള മുദ്ര പോലും അദ്ദേഹത്തിൽ ചാർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഈ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുള്ള ബ്രിട്ടീഷുകാരോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അവരോടുള്ള അന്ധമായുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഒരു സമുദായത്തെ അന്ന് കയറ്റിക്കൊണ്ടുവരുന്നെങ്കിൽ അന്ധവിശ്വാസത്തിലോ അടിമത്തത്തിലോ അല്ല നമ്മൾ വരേണ്ടത്, മറിച്ച് നമ്മളെ നാശത്തിലേക്ക് തള്ളിവിട്ട 1857 വിപ്ലവാനന്തര അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ യുക്തിപരമായിട്ടൊരു തന്ത്രം നമ്മൾ ആവിഷ്കരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തെ
വീണ്ടും വീണ്ടും അദ്ദേഹം ഉദ്ഘോഷിച്ച് പലപ്പോഴായി പറഞ്ഞു വന്നതെന്നുള്ളതാണ്. അത് ആ ബ്രിട്ടീഷ് താല്പര്യം എന്നുള്ള ആ മുദ്രകുത്തലിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാൻ വലിയൊരു വിഭാഗം ഇന്ന് കഡ്ജുവിനെ പോലെ ആളുകൾ ഇന്നും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായ മാനം അതിലുണ്ട്, അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പൊ ഇതിൻ്റെ ഒക്കെ തന്നെ ഇനിയുള്ള മാറ്റങ്ങൾ എന്നത് ആ ഒരു പകപോക്കൽ, ആ അനീതിക്കെതിരായി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഗാദ് ഹിന്ദ് എന്ന 1859 അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇതേക്കുറിച്ചൊക്കെ തന്നെ, അത് അലിഗഡിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ബുക്കുകളെ കുറിച്ചൊക്കെ തന്നെ. അതിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഭാരതീയരുടെ മതവിശ്വാസത്തിലോ ഇടപെടലുകൾ, ആചാരങ്ങൾ ഇടപെടൽ, അധികാരികൾ അനീതി തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക മുസ്ലിം ജനവിഭാഗങ്ങളെ ഏത് കാലഘട്ടത്തിലും ആ തന്ത്രപരമായ നീക്കത്തിലൂടെ ചിന്തയിലേക്ക്, ശാസ്ത്രീയമായിട്ടുള്ള ബോധത്തിലേക്ക്, ആ ബോധത്തിൽ നിന്നും സമൂഹ അഭിമാനം എന്നുള്ളത് ഒക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇന്നും യുക്തികളുടെ തെരുവീതികളിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ എത്ര കണ്ട് പരിഹരിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു സഹകരണ നയം, ബ്രിട്ടീഷുകാരോടുള്ള സഹകരണ നയം എന്നുള്ളതിൽ ആ തെറ്റിദ്ധാരണ മാറ്റാൻ പിന്നീട് ഓരോ രീതി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പിന്നെയും അദ്ദേഹത്തെ ശത്രുവാക്കിയെന്നൊക്കെ തന്നെ പലപ്പോഴും പല ചരിത്രകാരന്മാരും എഴുതിയതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതില് വളരെ രസകരമായൊരു കാര്യം, കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ അതിനെ ഏറ്റെടുത്തു. അതാണ് വിദ്യാസമ്പന്നനായ ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മതത്തിന്റെ അന്ധമായിട്ടുള്ള രീതിയിലേക്ക് പോകാതെ അതിനെ ശാസ്ത്രീയമായി കാണുക എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുക, ചിന്തിക്കുക, അത് വിജ്ഞാനമാണ് നിങ്ങൾ രക്ഷിക്കുക എന്നുള്ള ആ ഒരു വാക്കുകൾ പിന്നീട് സാവധാനത്തിലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ ജനതയിൽ, മുസ്ലിം ജനവിഭാഗത്തിൽ ഭൂരിപക്ഷം ആളുകളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒരു അദ്ദേഹത്തിൻ്റെ പേര് ചരിത്ര പാഠപുസ്തകത്തിലെ വെറും പേരായി നമുക്ക് കാണാൻ കഴിയില്ല. ഗാന്ധിജി തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ട്, എഡ്യൂക്കേഷൻ ചാമ്പ്യൻ. അങ്ങനത്തെ ഒരു വാക്ക് ഗാന്ധിജി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതായി പറയുന്നത് കേൾക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു അനുസ്മരണം നടത്തുമ്പോൾ പുതിയ കാലത്തോട് ചേർത്ത് വായിക്കാൻ നമുക്ക് ഇതിനൊക്കെ തന്നെ സാധിക്കണമെന്നുള്ളതാണ്. അന്ന് സർസൈദിന്റെ കാലഘട്ടത്തിൽ ശിവായി ലഹളയിൽ എന്താണോ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ സമൂഹത്തെ ചെയ്തത്, അതേപോലെ തന്നെ ബുൾഡോസർ രാജ്യം ഒക്കെ തന്നെ വരുന്നത് അതേ ഒരു രീതിയിലേക്ക് തന്നെയാണ്. ഒരു വ്യത്യാസം അത് കൃത്യമായി തന്നെ വിലയിരുത്തുന്ന നമുക്കൊന്നും മറ്റൊരു വ്യത്യാസം അതിൽ കാണുന്നില്ല. ആരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് എന്താ? ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങളെക്കാൾ ഏറ്റവും താഴ്ന്ന വിദ്യാഭ്യാസമാണ് ഇന്നും മുസ്ലിം സമുദായത്തിനുള്ളത് എന്ന് സച്ചാർ കമ്മീഷൻ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് കേരളമാണ്. അതുകൂടി നമ്മൾ ആലോചിച്ചു പോകും. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ഇപ്പോൾ മലപ്പുറത്തെ ക്യാമ്പസൊക്കെ വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ തന്നെ ചുവട് പിടിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തിലേക്ക് നമ്മളൊക്കെ പോകുന്നത്. അപ്പൊ ഇതിലൊക്കെ തന്നെ അറിവിന്റെ ശക്തി കൊണ്ട് ലോകത്തിൽ മുന്നേറുക, ഇതാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ അലീഗഡ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ എന്നതിൽ സത്യത്തിൽ കേരളത്തിലും നല്ലൊരു മാറ്റം അലീഗഡ് വിദ്യാഭ്യാസം കൊണ്ട് പലരിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അത്തരം പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അതിൽ നിന്നും വന്നതാണ്. രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും ഒക്കെ തന്നെ അത്തരത്തിൽ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ
അലിഗഡിൻ്റെ വിദ്യാഭ്യാസ രീതി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളെന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും അവരുടെ വ്യക്തിത്വം, അവരുടെ കഴിവ് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ അറിയപ്പെടുന്നവരായി അവരിന്നും നിലനിൽക്കുക. ഇത് ഇന്ത്യയുടെ ഭൗതികമായ യുവതലമുറയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതൊരു വലിയ എങ്ങനെയാണ് ഇങ്ങനത്തുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തന്നെ ഈ സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയത്തിൻ്റെ അമിതമായ കടന്നുകയറ്റത്തിൽ തള്ളിപ്പോടുന്ന ഒരു മുസ്ലിം ജനവിഭാഗങ്ങളെ പിടിച്ചു നിൽക്കാൻ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സർ സയ്യിദിനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ ചിന്തകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ ഏറ്റെടുക്കണം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അലിഗഡിൻ്റെ തന്നെ ഒരു പ്രത്യേക നിങ്ങൾ ഷാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അലിഗഡിൽ നിന്നുണ്ടാകുന്ന ആ ആകാശത്ത് വരുന്ന വിദ്യ വിദ്യാസമ്പന്നമായ മേഘങ്ങൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പെയ്തൊഴിയും എന്നുള്ള ആ മഹാവാക്യം സത്യത്തിൽ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ഇവിടെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമ്മൾ അലിഗഡ് ഓരോ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ മഹാനിശമായിട്ടുള്ള ഒരു സ്വപ്നം, ആ സ്വപ്നം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉയർന്നു കൊണ്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അത് ഉൾക്കൊള്ളാൻ ഇനിയും ധാരാളം വലിയ രീതിയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഞാനതാണ് UP പോലുള്ള മറ്റ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളെ അതിൽ കൂട്ടി പറയേണ്ടി വന്നു. അവിടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ എനിക്കൊന്നും ആ ട്രിപ്പിന് തങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു യാത്ര പോയി അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് സത്യത്തിൽ തോന്നിപ്പോയ ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ UP, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ ഒരു കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങൾ നടന്ന യാത്രയിൽ കണ്ട ദയനീയമായിട്ടുള്ള കാഴ്ചകൾ, മാറ്റിയിരുത്തേണ്ട കാഴ്ചകൾ, തൊട്ടുകൂടായ്മയുടെ കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ലോഹ ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, തെരുവുകളിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് 3ഓ 4ഓ പാതിരിമാർ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ചെറിയ ചെറിയ കാര്യത്തിന് ഇവർ തങ്ങളുടെ ഭിന്നിപ്പിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുത്തത്. ഇപ്പോഴും ബോധം ശരിക്ക് വരാത്തൊരു ജനതയായി മാറുന്നതിനൊപ്പം വിദ്യയോടൊപ്പം തന്നെ വിദ്യാസമ്പന്നരാകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ കൂടി തിരിച്ചറിവ്, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ്റെ നന്മ എന്താണ്, മനുഷ്യൻ എന്തായിരിക്കണം എന്നുള്ള ബോധം അവരിലേക്ക് വരാൻ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലേക്കൊന്നും ഇവരെ ഒന്നും തിരുത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ വീണ്ടും ആലോചിക്കുക. സത്യത്തിൽ ദുഃഖകരമായിട്ടുള്ള ചില സ്ഥാപനങ്ങളാണ് നമുക്ക്. ഞാനിത് പറയാൻ കാരണം സർ സയ്യിദിനെ പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് വലിയ പങ്കുവഹിച്ച, വലിയ അധ്വാനം നടത്തിയിട്ടുള്ള ആളുകളെ പറ്റി ഓർമ്മിപ്പിക്കുകയോ, നിലവിലുള്ള വിദ്യാസമ്പന്നരാണെന്ന് നടിക്കുന്ന, നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരാണ് എന്ന് കേരളക്കാർ പറയുകയാണ്, നമ്മൾ നടിക്കുകയാണ്. അവിടെയാണ് മതത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവുകൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മലപ്പുറം ക്യാമ്പസിൻ്റെ അലുമിനി, അതോടൊപ്പം തന്നെ അലിഗഡിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം ചേർത്ത് നടത്തിയുള്ള സർ സയ്യിദ് ഡേ സെലിബ്രേഷൻ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതും അതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. പ്രത്യേക ഒരു ഡേ എന്നുള്ളത് എൻ്റെ ഒരു സഹോദരൻ്റെ ഓർമ്മ ദിനവുമായി കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you so much, Honorable Minister, for your inspirational words on Sir Syed. Thank you, sir. Noor Amina has been awarded her PhD in law from the University of Delsa
on Muslim law and legal pluralism. On behalf of the daughter, her father Noor Zamir is receiving the award. Next, we have Mr. Fasil C. Hamid, who has been admitted to Indian Institute of Management, Kozhikode, for his postgraduate program in management, MBA. But the father happens to be our president, Dr. Abdul Hamid. In the absence of his son, Dr. Abdul Hamid will receive the Merit Award. We are fortunate to have his mother also along with Dr. Hamid sir. Thank you, ma'am. Now we have Mr. Muhammad Safwan, son of Dr. Abdul Abu Bakr K.K. Patandi. Mr. Muhammad Safwan achieved admission in ICAR, Indian Agricultural Research Institute, for his PhD. Abu Bakr is a proud Algerian, known to you all, and I invite Dr. Abu Bakr to receive the award on behalf of his son. Another award winner is Aisha Samar Yahya, daughter of our friends Professor Yahya A.A., University of Calicut. He is the professor in the chemistry department of Calicut University. I think the daughter also is not present. On behalf of the daughter, Dr. Yahya will receive the award on behalf of his daughter. She got admission to Indian Institute of Management for her MBA. Thank you, sir. And thank you, Honorable Minister, for presenting the awards for the association. Thank you. Now, it is time for us to commemorate the founder of Aligarh Muslim University, Sir Syed Ahmad Khan. We have Professor Shahul Hamid, Director of IIM Malappuram Center. I invite Professor Shahul Hamid to deliver Sir Syed's commemoration speech. Sir. Assalamu alaikum. अनेकानेकों वणक्कम. इस सरसे डे में आए आप सब अलीगढ़ को मेरा सलाम आदाब. इसमें आए हमारे ये अब्दुल रहमान, ऑनरेबल मिनिस्टर ऑफ स्पोर्ट्स वफ़ एंड हज केरला, प्रोफेसर के आबी हुसैन टांगल, पीके अब्दुल रब, सैयद बशीर अली शाहिद, डॉक्टर हुसैन, डॉक्टर पीके कबीर और यहाँ के प्रिंसिपल जौहर साहब, अफसर केटी और वसीम साहब, और इसके जो प्रेसिडेंट हैं डॉक्टर अब्दुल हमीद साहब प्रेसिडेंट और जलील सेक्रेटरी. मेरा चमन मैं अपने चमन का बुलबुल हूँ. यह अब यहाँ से उठा है, यह अब सभी में बसेगा. Honestly, the Aligarhians are very happy to see you got your education from our institution, our matter, and you have come here in Calicut to Kerala. I see the Abra जहाँ से उठा है वो Abra सभी पे बसेगा. Here I see in Kerala it has been that cloud has been rained here,
and you all are furnished like something. You are developing your own institutions. You are in various fields of education and various fields of government and other sectors. I am very happy to meet some of the elites. When they were studying in Aligarh, I was not born at all. I'm very happy to see that I was not born. I born in 1974. Many of you have completed your degree from that. Now I am meeting you all here. I'm very happy to see you all. Really happy to feel. I see MES institutions. It is from the Aligarh. Abdul Ghaffur Sah's father was from Aligarh. I met Sethi sir of Maulana Hospital. He was the guest here. He was Aligarh. Now our honorable minister sir's brother was Aligarh. So I'm really happy that I see everywhere Aligarh shining up all over the world. It's not only in Kerala but all over the world. Now, as a part of duty of to remember again Sir Sayyid Khan and his achievement, I think it is my duty as a director to highlight the way the Aligarh Muslim University has come and Sir Sayyid Khan's contribution towards that. So, being born in a Mughal family on 17th October 1817, he has begun his life from the Mughal courts family. He led a very simple life. His vision for the Muslim community is what we see here. We all are Sir Sayyid Khan's vision. I am here with his vision. In 1838, he got inside the service of East India Company. And in 1867, he was the judge of small case courts, and 1876 he retired. The thing in that is, when he entered the East India Company, they had one examination. No one can enter. In British government, they will pick up the eligible people. So he had one examination. He gone through that examination, and after completing that examination, he made that model of this question paper. And he printed and he given to many people. Many people has come inside them. The same we are having here as entrance exam. See, AMU is all India ranking. AMU is all India ranking. Now the system is changed. Here we see that many of our Kerala students, Keralites are not coming because it is all over India ranking. From all over India ranking, they have to come in. So we need some coaching for that. For coaching for the entrance test. Inshallah, I will take initiative step for that. See, in Aligarh, there are many coaching centers. All Aligarhians know. If you go to Shamshad Market, near Shamshad Market and other places, we have a lot of coaching centers. Students get coaching for the entrance examination. In Kerala also, we need coaching centers for the test. Sir Sayyid Khan was really a reformer, philosopher, educationist, author, founder of Aligarh Muslim University and journalist. About his author and about his books, when we discuss, he has written books on Sufism and he has written Tafsir al-Quran. On Bible, he has very good knowledge. He has commented on Christian missions and activities. Essays on Muhammad and historical work, Abdul Fazl Shah, Akbar Ayman, that he has illustrated its work, and he has written many things about from the Emperor of Taimur to Bahadur Shah Zafar. He has written all the history of the rulers, and he has given very good
history of the buildings, monuments in Delhi. What are the monuments? About the size of the buildings, the monuments are there. And Asbab-e Bagawat-e-Hind, in 1857, there was a big revolution. In that revolution, he has written Asbab-e Bagawat-e-Hind about that, what is the cause of that and what is the impact of that. All these things he has donated. Do not show the face of Islam to the others. Instead, show your face as the follower of true Islam, representing character, knowledge, tolerance, piety. This is his words. For Muslim reforms, he has brought scientific society. He said one hand there should be Quran and one hand there should be science. So it is very difficult during the time of that time, the Muslims to make the knowledge of science. They did not accept that. He made it them to accept women's education also. For this scientific society, he went to England. There he made the knowledge of all the Cambridge and Oxford University, and he came back. He established it. So in Muradabad in 1859, he made modern madrasa. In 1863 in Ghazipur, madrasa became Victoria High School now. Then Scientific Society from Ghazipur came back to Aligarh, and in Aligarh 1864 he established a Scientific Society. Now coming to the Aligarh Muslim University, Mohammedan Anglo-Oriental College. 1869, Sir Muhammad and Sir Hamid, they went to England. They got the idea of how to get the education from that, what is the structure. 1817, Tahzibul Akhlaq was made, where the ideology of Muslims has been explained in that. In 1873, he started collecting the fund for the university. 1875, Mohammed Anglo-Oriental College School he started. 1877, Mohammed Anglo-Oriental College. 1920, Aligarh Muslim University. So this is his whole struggle that Aligarh Muslim has come. And regarding the center, we are in the beginning stage. It is only 15 years. It hasn't started. So we are on the way. Now BBA has been introduced this year. And very soon more courses are going to come. Very soon buildings are going to come. So I request all your Aligarhian support for the development of our center. And we will be meeting in our alumni meet very soon. I'll arrange and I will call you all for the alumni meet. After meeting you all here, I feel that you all should be invited for our Sustainable celebration at our center. So next year I will plan for that. And inshallah, you will feel that you are one of the part of the center very soon. And the difference and the gap between us will be very soon, it will be reduced. And we all be working together. I am very happy to see you all in this meeting. So I thank you for the opportunity given by our President Abdul Hamid sir and the Secretary. Thank you. Thank you, Professor Shahul Hamid, for inspirational commemoration speech. As a token of our love and respect to Professor Shahul Hamid, our President, Dr. Abdul Hamid, will present a memento of love to the guests. Thank you, sir. Thank you. Aligarh Muslim University All Students Association Kerala have instituted a scholarship for meritorious students studying at the campus presently. We have come to a pact with Aligarh Muslim University Malayali Association, and we have the President, Mr. Ashik Madakara,
presently a PhD scholar in the campus. And he's here, I think. We, as a token of the exchange, as a token of our regard to the Aligarh Malayali community, we invite Mr. Ashik Madakara to receive the document of scholarship from President Abdul Hamid. We are also grateful to all Aligarhians here who have contributed generously to this scholarship fund that we collected during the last Ramzan. All Aligarhians who are present here have generously contributed their sum to this scholarship scheme. And I invite Mr. Ashik Madakara to share his words of gratitude. Mr. Ashik. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളൊക്കെ എപ്പോഴും അഭിമാനിക്കുന്ന പ്രിയപ്പെട്ട സീനിയേഴ്സ്, ഞാൻ ഇവിടെ അലിഗഡിൽ പഠിച്ച ആളുകളുടെ കുട്ടികൾ വന്നിട്ട് മൊമെൻ്റോ വാങ്ങുന്ന സമയത്ത് ഞാൻ ഒരു മാസം മുമ്പാണ് പിതാവായത്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ ഒരിക്കലും ഒരു അലിഗഡുകാരൻ്റെ മകനായിട്ട് ജനിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മകൻ ഒരു അലിഗഡുകാരൻ മകനായിട്ട് ജനിച്ചു എന്നുള്ള ഏറ്റവും വലിയൊരു അഭിമാനം പോകുന്നുണ്ട്. എനിവേ, അലിഗഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനപ്പുറത്തേക്ക് അത് വലിയൊരു പ്രസ്ഥാനമാണ്, അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും, നിങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആവാൻ കഴിഞ്ഞതിൽ ഏറ്റവും അഭിമാനമുണ്ട്. ഇവിടെ സ്കോളർഷിപ്പിൻ്റെ കാര്യം ഒരുപാട് കാലങ്ങളായി നമ്മൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡൈനിങ്ങിൻ്റെ ഫീ സാധാരണ 1200, 1300 ആയിരുന്നു, 1000 ആയിരുന്നു മുമ്പ്, പിന്നെ 1200 ആക്കി ഉയർത്തി. ഇപ്പം ഏകദേശം 1400, 1500 രൂപയാണ് ഒരു കുട്ടിയുടെ ഡൈനിങ്ങിൻ്റെ ഫീ. ഏകദേശം 2500 കിലോമീറ്റർ താണ്ടി അവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായി തീരെ പ്രയാസപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അവിടുത്തെ PhD സ്കോളേഴ്സൊക്കെ കൂടിയിട്ട്, ഞങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അവരുടെ PhD സ്കോളേഴ്സൊക്കെ കൂടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ നടത്തായിരുന്നു. പിന്നീട് അതിന് മുമ്പ് അമ്മുസാക്ക് വളരെ മികച്ച രീതിയിൽ അത് നടത്തിയിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എനിവേ, പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു അമ്മുസാക്കിൻ്റെ ആളുകളാണ്. ആദ്യം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, അല്ലാതെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാവരോടും നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ സ്കോളർഷിപ്പിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ അലുമിനീസിനെ ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമയത്ത് ഓരോരുത്തരും ജസ്റ്റ് ഒരു മെസ്സേജ് ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അമൂമ എന്ന് പറയുന്ന സമയത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മലയാള വിദ്യാർത്ഥികൾക്കുള്ള സഹായമാണെന്ന് പറയുന്ന സമയത്ത് 10,000 രൂപയും 20,000 രൂപയും 40,000 രൂപ വരെയൊക്കെ സ്വന്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ അലുമിനീസ് ഉണ്ട്. അവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ 100 രൂപ വരെ കഴിയുന്നതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുണ്ട്. എനിവേ, അത് ഓർഗനൈസ് ചെയ്തിട്ട് വളരെ വലിയൊരു തുക ഇപ്രാവശ്യം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് ഓർഗനൈസ് ചെയ്ത അമ്മുസാക്കിനും അതേപോലെ തന്നെ അതിലേക്ക് അകമയ സംഭാവനകൾ നൽകിയ പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ പിതാക്കന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഇക്കാക്കന്മാരായിട്ടുള്ള, ഞങ്ങളൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. എനിവേ, താങ്ക്സ് ഓൾ. അസ്സലാമു അലൈക്കും. Thank you, Mr. Ashik. Now it is time for the felicitation addresses. Let me invite Dr. Hussain Latani to share a few words. സുഹൃത്തുക്കളെ, ഞാൻ 79 മുതൽ 81 വരെ അവിടെ പഠിച്ച ഒരു സൂപ്പർ സീനിയറാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് അത് പഠിക്കുമ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാനും കഴിഞ്ഞത്. അലിഗഡിലാകുമ്പോൾ നമ്മൾ അവിടുത്തെ ഡണ്ടോപ്പും തോമാച്ചിൻ്റെ കടയിലും അവിടെ ഗോഷ്ട് തരുമ്പോൾ അതിൽ കഷ്ണം എത്ര ഉണ്ടെന്ന് എണ്ണുന്നതും അതുപോലെ മൂത്രം വടി പോലെ നിൽക്കുന്നതൊക്കെ ആയ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം കളയുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
3 വർഷം കൊണ്ടും അതൊന്നും ആയില്ല. പക്ഷെ എന്തായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ ചെയ്തത് എന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ പോലുള്ളൊരു മഹാമനുഷ്യൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു. നമ്മളൊക്കെ ഉണ്ടാകുമായിരുന്നില്ല, ഇങ്ങനെ ഇരിക്കുമായിരുന്നില്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്. പക്ഷെ ഇന്ത്യ രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അവിടുത്തെ ന്യൂനപക്ഷത്തിന് ഒരു വിലയും ഉണ്ടാകുമായിരുന്നില്ല. ഇന്നും നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതില്ലെങ്കിൽ പാറു കോളേജ് ഉണ്ടാവില്ല, അതില്ലെങ്കിൽ PSM കോളേജ് ഉണ്ടാവില്ല, നമുക്കൊരു ജോലിയും കിട്ടില്ല MAS-ലുള്ള. അപ്പോൾ അത്രയ്ക്കും വലിയ ഒരു സംഭാവന നൽകിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. ഇത്ര വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം ഐഡന്റിറ്റി അദ്ദേഹം എവിടെയും കളഞ്ഞിട്ടില്ല. അദ്ദേഹം അലിഗഡിലെ മുസ്ലിം കുട്ടികളുടെ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, തുമാരെ ഹാത്ത് में देने हाथ में कुरान है, बाएं हाथ में साइंस है और आपके सिर पर ला इलाहा इल्लल्लाह मुहम्मद रसूलुल्लाह कलिमा है. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്ത് ഉയരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കയ്യിൽ ഖുർആൻ വേണം, മറ്റൊരു കയ്യിൽ സയൻസ് വേണം. നിങ്ങളുടെ തലക്ക് മുകളിൽ ഒരു കിരീടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയും വേണം എന്ന് പറയുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും വാഴ്ത്തിക്കൊണ്ട് അല്ലാമ ഇക്ബാൽ തന്നെ പറഞ്ഞ വരികൾ, ഒരു കവിത അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ കവിത ചൊല്ലുന്നത്, അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതായിരുന്നില്ല. ഖുദീകോ കർ ബുലന്ദ് ഇത്ന കഹ തഖ്ദീർ സെ പഹലെ ഖുദാ ബന്ദേ സെ ഖുദ് പൂछे ബതാ തേരെ റിദാ ക്യാ ഹൈ. ഇത് സ്ഥിരമായിട്ട് പലയിടത്തും പറയുന്നതാണെങ്കിലും അദ്ദേഹം വിധിക്കെതിരെ പോരാടിയ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, ആദ്യം നമ്മൾ പോവുക, കോഴിക്കോട് പോവുക, ഭക്ഷണം കഴിക്കുക, പിരിയുക, പാട്ടുപാടുക എന്നുള്ളതായിരുന്നു. അതിന് കുറച്ചുകൂടി അത് ജനകീയമായി കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിൽ നമ്മുടെ മിസ്റ്റർ ഹമീദിൻ്റെ നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് ശുഭകരമാണ്. ഈ ഒരു മാറ്റം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സെമിനാർ, കുറച്ച് പേപ്പേഴ്സ് പ്രസൻറ്റേഷൻ, ഇതൊക്കെയായിട്ട് നമുക്ക് ഈ സർ സയ്യിദ് കൂടുതൽ റിസോഴ്സ്ഫുൾ ആക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞ് എല്ലാ അഭിവാദ്യങ്ങളും നേർന്ന് നിർത്തുന്നു. Thank you, Dr. Hussain Vellakkady, for your words of wisdom. Without paying homage to the departed Aligurians, our exercise day will be quite incomplete. Now, I invite Dr. Rafiq, former Secretary, Aligarh Muslim University All Students Association, to pay tributes to the departed Aligurians. Assalamu alaikum. This meeting is a celebration of reunion. We must pause to remember those members of our community who are no longer with us. It is with great respect that I present the report of our alumni deaths during the last year. Since our last meeting, we have received notifications of the passing of 8 distinguished alumni. We take a moment now to honor the memory. Our deepest condolences go out to their families, friends, and classmates. Among those we lost are Advocate K. Achyutan Nair, a native of Trivandrum, settled in Calicut. Was an active participant in all of our gathering. He departed from the world at the age of 94 on 13th September 25. Did his MA and LLB from AMU during 1953 and 56. He worked as a jailer and lawyer at Calicut Bar. Kunyamiran Sahib, native of Adonakad, departed on August 25, did his BSc Chemistry during the period 70-75, worked in Indian Rare Earths Metals as purchase manager. Advocate Amir Hussain, native of Vandoor, departed on 3rd September 25,
did his LLB from AIU during 53-56, worked as lawyer at Manjari Court. Malibarakil Sharafuddin, native of Talasheri, departed on 29th August 25, did his diploma from AMU during 75-76, worked in National Bank, Abu Dhabi. Padiyat Abdul Qadir, a native of Trichur, departed on 4th October 25, did his diploma in radiology from AMU during 76-77, worked in Central Hospital, Abu Dhabi. Umarutti Kunnumal, native of Vandoor, departed on 14th February 25, did his PUC, BA and MBA from AMU during 78-83 period, was captain of AMU football team, and under his captaincy, AMU won the All India Championship. Abdul Qadir Kunnumal, brother of Umarutti Kunnumal, departed on 9th August 25, did his PUC and BA from AMU during 81-84, worked as a school teacher. P. Maraka Haji, native of Calicut, was the president of Mukha Muslim Orphanage Committee, was in Aligarh during 72-73. He departed this early morning, 20th October 25. Ladies and gentlemen, please stand up and join for a brief moment of silence to reflect the lives and contributions of our departed alumni. Thank you. We just got one more departed soul, Professor Ismail Labba. Was in Aligarh during 69 and 71. Thank you. Thank you, Dr. Rafi. Now it's time for the next felicitation address. We have Mr. Jauharian, principal of this Peace Public School. അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. നിങ്ങളോട് പറഞ്ഞത് പ്രസംഗങ്ങൾ കേൾക്കാനല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയം കൊടുക്കാനും സ്നേഹം കൊടുക്കാനുമാണ്. ഈ ഹാളിനകത്ത് മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നത്. ഇന്നലെ 2 പ്രോഗ്രാമുകൾ നടന്നത്. എല്ലാ വർഷവും നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രൗഢമായ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ മുസ്ലിം യൂണിവേഴ്സിറ്റി ലോ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രോഗ്രാം. കാരണം ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ വേദിയിലും സദസ്സിലും ഒരേപോലെ പ്രഗത്ഭരെക്കൊണ്ട് നിറഞ്ഞ ഒരു ചടങ്ങ് ഇവിടെ വേറെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരിക്കൽ കൂടി ഈ സംഗമത്തിന് വേദിയാവാൻ സാധിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് ഞങ്ങൾ കാണുകയാണ്. വീണ്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. ഏത് സമയത്താണ് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ വക ഉണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കൊളാബറേഷൻസിനെ കുറിച്ച്. അന്നത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വലിയൊരു കൊളാബറേഷൻ കിട്ടി. ഞങ്ങളുടെ സ്കൂളിൽ ഒരു റിസർച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്, പീസ് ലിറ്റിൽ സ്കോളർ പ്രോഗ്രാം എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും റിസർച്ച് ചെയ്ത് ഒരുപാട് തീരുമാനമുണ്ട്. നിങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ശേഷമാണ് ഈ സ്കൂള് ഇന്ന് രാജ്യത്തെ ആദ്യത്തെ സ്കൂൾ ലെവൽ റിസർച്ച് പ്രോഗ്രാം നടക്കുന്ന റിസർച്ച് സെൻ്ററാണ്. 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് റിസർച്ച് നടത്തുകയും അവരുടെ ഒരു ബാച്ച് ലിറ്റിൽ സ്കോളേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു പോവുകയും അതിന് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോഗ്രാം എന്ന രൂപത്തിൽ അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിക്കുകയും ചെയ്തു. അത് CBSEയുടെ NCERTയുടെ ഒക്കെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങളോട് കൊളാബറേഷൻ നിന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ സംഗമത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അവാർഡ് വാങ്ങാൻ വന്ന MBS എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ഞങ്ങൾ MOU സൈൻ ചെയ്തു. അതിൻ്റെ ഗുണഫലങ്ങൾ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് എൻ്റെ സുഹൃത്തേക്ക് ചോദിച്ചു, എന്താണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിന് ഗുണം, എന്തെങ്കിലും വാടക കിട്ടുമെന്ന് ചോദിച്ചു. ഞങ്ങൾ വാടകയൊന്നും ആവശ്യമില്ല, ഇതൊരു വിദ്യാലയമാണെങ്കിൽ പൊതു സ്വത്താണ്. ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും സൊസൈറ്റിക്ക് ഉപകാരപ്പെടണം. മറിച്ച് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും
അതുവഴി ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അക്കാദമികമായ നേട്ടങ്ങളുമാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ എല്ലാവരും വരണം. ഒരിക്കൽ കൂടി ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇൽമാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അക്കാഡമിക് CEO എന്നുള്ള രൂപത്തിൽ ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ കബീർ സാറിന് ഔദ്യോഗിക തിരക്കുകൾ വരാൻ കഴിഞ്ഞില്ല. ഇൽമാസ് ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിനും നിങ്ങളുടെ സംഘടനക്കും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. Thank you, Mr. Jawhar. Mr. Jawhar is a very innovative in his ideas. He is now heading his school with all his scientific and innovative ideas, and we are greatly indebted and committed to Mr. Jawhar sir and Dr. Kabir sir for permitting us to conduct this program for the second time in his school. Thank you, sir. Now it is time for Tarana, a leader. The nostalgic Tarana is all set, the team is all set to sing the Tarana, and I invite Team Tarana, Team Aisha and Shafiq, and the team to come over to the stage and start the performance. Please. After the Tarana and the national anthem, we will have a group photo together. And after that, our dinner will be served. Lunch will be served. ये मेरा चमन, ये मेरा चमन, ये मेरा चमन है, मेरा चमन। मैं अपने चमन का बुलबुल हूँ। जो ताक़े हरम में रोशन है, वो शमा यहाँ भी जलती है। इस दश्त के गोशे गोशे से एक जुए हयात उबलती है। ये दश्त जुनू दीवानों का, ये बज़्म वफा परवानों की। ये दश्त जुनू दीवानों का, ये बज़्म वफा परवानों की। ये शहर तरब रूमानों का, ये खुल्द बरी अरमानों की। फितरत ने सिखाई है हमको उफ़्ताद यहाँ, परवाज़ यहाँ। फितरत ने सिखाई है हमको उफ़्ताद यहाँ, परवाज़ यहाँ। गाए हैं वफ़ा के गीत यहाँ, छेड़ा है जुनू का साज यहाँ। ये मेरा चमन है, मेरा चमन। मैं अपने चमन का बुलबुल हूँ।